ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് കാലം കുറയായി. ഓരോ ഘട്ടത്തിലും ഭൂമിയുടെ ഇനിയുള്ള ആയുസ്, ലോകത്തിന്റെ ഭാവിയെല്ലാം പല കോണുകളിലും ചർച്ചയാകുന്നുണ്ട്. അത്തരത്തിൽ ഓരോ തവണയും പുതിയ പഠനങ്ങൾ വരുമ്പോഴും ഏറെ കൗതുകത്തോടെയും അല്പം ആശങ്കയോടെയും ആളുകൾ അത് ശ്രദ്ധിക്കും. പരിസ്ഥിതിയിൽ ഇത്തരം മാറ്റം സംഭവിച്ചാൽ ഭൂമി മനുഷ്യവാസയോഗ്യമല്ലാതാകുമോ എന്നും ആശങ്ക ഉയരുന്നുണ്ട്. മനുഷ്യർക്ക് ജീവിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം ചൂട് ഉയരുമോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. ഭൂമി നശിക്കാൻ ഇനി എത്ര നാൾ എന്ന ആശങ്ക തന്നെയാണ് ബാക്കിയുള്ളത്. പക്ഷേ എണ്ണപ്പെട്ട വർഷങ്ങൾ മാത്രമാണ് ഇതിനുള്ളതെന്നും ചിലർ പ്രവചിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഓരോ ചെയ്തികൾ ഭൂമിയെ അതിന്റെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ആഗോളതാപനവും അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം ഭൂമിയുടെ ആയുസ് എണ്ണപ്പെട്ടുവെന്നതിന്റെ സൂചനയാണെന്നും പറയുന്നു. എന്നാൽ ഭയക്കണം, പ്രവചനങ്ങൾ പോലെ ഭൂമിയിൽ ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, മുൻകാല റെക്കോർഡുകളെയെല്ലാം കാറ്റിൽ പറത്തി അതിശക്തമായ രൂപത്തിലേക്ക് പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന എൽനിനോ പ്രതിഭാസം മാറുന്നുവെന്നാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ്. ഇത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ തന്നെയാണ് തയ്യാറാക്കിയത്. അതായത് നിസ്സാരമായി കാണരുത് ഈ മുന്നറിയിപ്പിനെ. കാരണം ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന ഈ എൽനിനോ ആധുനിക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും തീവ്രമായ എൽനിനോയായി ഇന്ന് മാറാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല, അധികം വൈകാതെ ഈ പ്രതിഭാസം അതിന്റെ ഏറ്റവും ഉയർന്ന തീവ്രതയിലെത്തും. പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളോടെ ഈ പ്രതിഭാസം ആഞ്ഞടിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ഫലമായി ഭൂമിയിൽ ശരാശരി താപനില മുൻപെങ്ങുമില്ലാത്ത വിധം ഉയരും. സമുദ്ര താപനില പുതിയ റെക്കോർഡ് തൊടുമെന്നും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇപ്പോഴിതാ അതിന്റെ ചലനങ്ങളാണ് നാം അനുഭവിക്കുന്നത്. അതിന്റെ തുടക്കമെന്നോണം ഭൂമധ്യരേഖ പ്രദേശത്തെ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില ഇതിനകം തന്നെ സൂപ്പർ എൽനിനോ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സൂപ്പർ എൽനിനോയേക്കാൾ ശാസ്ത്രലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് സമുദ്ര ഉപരിതലത്തിന് താഴെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭീമാകാരമായ താപസംഭരണിയാണ്. ഈ താപം അധികം വൈകാതെ വരും മാസങ്ങളിൽ പുറന്തള്ളപ്പെടും. അതോടെ അന്തരീക്ഷ താപനിലയിൽ വൻ വ്യതിയാനം സംഭവിക്കുമത്രേ. അങ്ങനെ സംഭവിച്ചാൽ 1982, 1983, 1997, 98, 2015, 2016 പോലുള്ള കാലാവസ്ഥ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ എൽനിനോ വർഷങ്ങളിലെ കണക്കുകൾ വളരെ മുകളിലാണ് ഇപ്പോൾ രേഖപ്പെടുത്തുക. അതായത് സമുദ്ര അന്തർഭാഗത്തെ ചൂടിന്റെ അളവ് വർത്തമാന കാലാവസ്ഥ ചരിത്രത്തിലെ ഞെട്ടിക്കുന്ന റെക്കോർഡ് തൊടുമെന്നാണ് പറയുന്നത്. അങ്ങനെ പസഫിക് സമുദ്രത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഈ ചൂട് വരും മാസങ്ങളിൽ പുറത്തുവരും. അതോടെ ആഗോള കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ പ്രകടമാകും. നിങ്ങൾക്കറിയാമല്ലോ, എൽനിനോ എന്നാൽ പസഫിക് സമുദ്രത്തിന്റെ മധ്യകിഴക്കൻ മേഖലകളിൽ സാധാരണയായി കവിഞ്ഞ ചൂടുള്ള ജലമെത്തുന്ന പ്രതിഭാസമാണ്. ഈ പ്രതിഭാസം പിന്നീട് സഞ്ചരിച്ച് ലോകമെമ്പാടുമുള്ള അന്തരീക്ഷ വായുപ്രവാഹത്തിന്റെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തും. അതിന്റെ ഫലമായി വിവിധ ഭൂഖണ്ഡങ്ങളിലെ മഴയുടെ അളവ്, വരൾച്ച, പ്രളയം, ഉഷ്ണതരംഗം, ചുഴലിക്കാറ്റുകളുടെ രൂപീകരണം തുടങ്ങി കാലാവസ്ഥയിലെ സാധാരണ രീതികളെയെല്ലാം കീഴ്മേൽ മറിയാൻ ഇടയാക്കും. എന്നാൽ കരുതിയിരുന്നു, ഈ വർഷം അവസാനത്തോടെ ഈ പ്രതിഭാസം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. അങ്ങനെ അത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഉച്ചസ്ഥായിലെത്തുമെന്നും മുന്നറിയിപ്പുകളും പ്രവചനങ്ങളുമുണ്ട്. അതായത് ലോകമെമ്പാടും തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുന്ന 12 മുതൽ 18 മാസങ്ങൾക്കുള്ളിൽ ദൃശ്യമാകും. ചില പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വരൾച്ചയും ഉഷ്ണതരംഗവും അനുഭവപ്പെടും. മറിച്ച് മറ്റു ചിലയിടങ്ങളിൽ വൻ പ്രളയങ്ങൾക്കും അപ്രതീക്ഷിത മഴയ്ക്കും സാധ്യതയുണ്ടെന്നും പറയുന്നു. മൺസൂൺ മഴയുടെ ഘടനയെപ്പോലും ഇത് തകിടം മറിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.